സംസ്ഥാനത്ത് ഇന്ന് പാല, പൊൻകുന്നം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈരാറ്റുപേട്ടയിലുമായൊക്കെ ലഭിച്ച മഴയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കിഴക്കൻ മലയോര മേഖലയിൽ ഇന്നും മഴ ലഭിക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം. ഒപ്പം കൂറ്റൻ പാലങ്ങൾ തകർന്ന് വീണ് അതിദാരുണമായ പ്രളയത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ലോകത്തെ ഞെട്ടിച്ച പ്രളയത്തിൻ്റെ അതിഭീകരമായ ദൃശ്യങ്ങളും വാർത്തയും നോക്കേണ്ടതുണ്ട്. വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് തുടർന്ന് ഡിസംബർ 11 തെക്കു പടിഞ്ഞാറൻ ഉൾക്കടലിൽ ശ്രീലങ്ക, തമിഴ്നാട് തീരത്തിന് സമീപം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഡിസംബർ 11 ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അതിനിടെ ഇന്തോനേഷ്യയിൽ നിന്ന് അതിഭീകരമായ പ്രളയത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. നിരവധി പാലങ്ങൾ ഒലിച്ചു പോകുന്ന, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ദാരുണ ദൃശ്യം. ഇന്തോനേഷ്യയിലെ പ്രധാനമായ ജാവ ദ്വീപിൽ ഈ ആഴ്ച ആദ്യമാണ് പ്രളയം ഉണ്ടായത്. പടിഞ്ഞാറൻ ജാവ പ്രവിശ്യയിലെ സുഖഭൂമി ജില്ലയിൽ ചൊവ്വാഴ്ച ശക്തമായ മഴയും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായി. കുറഞ്ഞത് 10 പാലങ്ങളെങ്കിലും തകരുകയും 100 കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച വരെ മരണസംഖ്യ ആകെ 5 പേരായി വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ദേശീയ ദുരന്ത ലഘൂകരണ ഏജൻസി BNPB വക്താവ് അറിയിച്ചു.